നമസ്കാരം ഗൈസ്, ആർജിയാണ് നമ്മുടെ അതിക്കുള്ളിൽ വന്നിരിക്കുകയാണ്. ശരിക്കും കിണറിൽ നല്ല പണിയിട്ടുണ്ട് നോക്കി. ശരിക്കും പക്ഷെ ഇത്രയും വലിയ ക്യാനിൽ വെള്ളം ഇത് നമ്മൾ എടുത്തോണ്ട് പോകണം, കുടിച്ചിട്ട് എന്തായാലും അതിൽ കുടിച്ചിട്ട് പോവാം. ആർജയുടെ കുളിയെ കഴിഞ്ഞ് ഇത്രയും വലിയ ബക്കറ്റ് വെള്ളമായിട്ട് നമുക്ക് പോണം. ശബരിമല അണ്ടവാ പോവാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മള് കുളിയെ കഴിഞ്ഞ് വന്നിട്ട് നിഷു കുക്കിംഗ് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പ്ലാനാണ്. രാത്രിക്ക് എന്താ നിഷു ഉണ്ടാക്കുന്നത്? ഉപ്മാവാണ് ഗൈസ് രാത്രിക്ക് ഫുഡ്. എന്തായാലും വെയിറ്റ് ചെയ്യാം, അതൊക്കെ ആവുള്ളൂ, കുഴപ്പമില്ല. മെയിനായിട്ട് കുക്കിംഗ് ലേറ്റ് ആയത് മെയിനായിട്ട് കേസ് നമ്മളെ കിണറിന്റെ കാര്യം ആലോചിച്ച് നമ്മൾ കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നും പറഞ്ഞിരുന്നും വട്ടായി കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം പിന്നെ രണ്ടും വെച്ച് കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. കിണർ മൊത്തം പണിയായ അവസ്ഥയാണ്, കുഴപ്പമില്ല, നോക്കാം. ഉപ്മാവിന്റെ കുക്കിംഗ് ഫാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ വെള്ളം വെച്ചത് അത് ഉപ്മാവിന് ഒഴിക്കാനുള്ള വെള്ളമാണ്, ചൂടുവെള്ളം വെച്ചിട്ട് ഒഴിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് ആവുമല്ലോ, അതാണ് പ്ലാൻ. നിഷു ഇന്നൊരു വെറൈറ്റി ഉപ്മാവ് ഉണ്ടാക്കുന്നത്. കറി ഇല്ലാത്തതുകൊണ്ട് നിഷു അതിനകത്ത് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നോക്കാം, കഴിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥയാണ്. അതാണ് ഉപ്മാവ് ലേശമായിട്ടുണ്ട്. നോക്കാം, കഴിച്ചോക്കെ വേണ്ടത്. ഫൈനലി ആദ്യം ഫുഡ് കഴിച്ചു തുടങ്ങി. ഒരു ചെറിയൊരു കട്ടൻ കാപ്പി ഉണ്ട്, അത് എനിക്കുള്ളതാണ്. ഉപ്പുമാവ് എങ്ങനെ ഉണ്ടെന്ന് പറ കഴിച്ചിട്ട്. ഉപ്പൊക്കെ പാവേ തട്ടിക്കൂട്ടാണ്, ജസ്റ്റ് ഉപ്പുമാവത്തിന് മുട്ടകൾ പൊടിച്ച് വെച്ച് ഉണ്ടാക്കിയെടുത്തുള്ളൂ. മസാല പോലെ മസാല ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഉണ്ടാക്കിയത്ര ടേസ്റ്റ് ഇല്ല. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, അടിപൊളിയുണ്ട്. ഉരുളക്കിഴങ്ങും എല്ലാം പച്ചക്കറി ഉണ്ടായില്ല, അപ്പൊ ഉള്ളി മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല, അടിപൊളിയാണ്. പിന്നെ കഴിഞ്ഞ ദിവസത്തെ 2 പഴം ഇരിപ്പുണ്ട്. അപ്പൊ എന്തായാലും ആദ്യത്തെ ഫുഡ് കഴിക്കട്ടെ. എനിക്ക് വേണ്ട, ഞാൻ കട്ടൻ ചായ കുടിക്കാൻ നമ്മുടെ കിണറ്റില് വേസ്റ്റ് ഒരിക്കലും ഗതി പിടിക്കില്ല. അവനുള്ള പണി ദൈവം കൊടുത്തിരിക്കും. കാരണം കുടിക്കുന്ന വെള്ളത്തിലാണ് ഈ പറഞ്ഞ കോണ്ടും ഈ പറഞ്ഞ സ്നഗ്ഗിയും പാമ്പേഴ്സും അതും കൊണ്ട് ഇട്ടിട്ട് പോയത്. അവരെയൊക്കെ ദൈവം വെറുതെ വിടുന്നില്ല, അവർക്കുള്ള പണി ദൈവം നന്നായിട്ട് കൊടുത്തിരിക്കും. ഇനി ഈ കിണറിൽ വേസ്റ്റ് ഇടുന്നതിന്റെ കുടുംബം ഈ നിങ്ങൾ പറഞ്ഞേക്കാൾ 10 ഇരട്ടി നീതി നശിച്ച് 4 പോകും. അവനൊക്കെ എന്തെങ്കിലും ജനിച്ചും തോന്നിപ്പോവും. ആ അവസ്ഥയിൽ ദൈവം പണി കൊടുക്കും. നിങ്ങൾക്ക് അത്രയും വിഷമത്തോട് പറഞ്ഞു. ഇനി വേസ്റ്റ് ഇടുന്നവന് ആരാന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അവന്റെ കഷ്ടകാലായിരിക്കും, അത് ഉറപ്പാണ്. ഇത്രയും വിഷമുണ്ട് കേസ്. നമ്മള് വെള്ളം ഏറ്റി എടുക്കണതിന്റെ ഒക്കെ പാട് ശരിക്കും പറഞ്ഞ വല്ലാത്ത ഇതാണ്. എത്ര വേനലും വെള്ളമുള്ള കിണറാണ്. ആ കിണറിലാണ് ഈ കുടിവെള്ളത്തിന് കിണറായി വെള്ളത്തിന് കാണിച്ചത്. കാരണം ഈ കിണർ ഇറക്കാതെ വേസ്റ്റ് കളയാതെ നമ്മൾ പലവർഷം ഉപയോഗിച്ചിട്ടുണ്ട് കുടിക്കാനായിട്ട്, അല്ലേ? അപ്പൊ ആ സങ്കടമാണ്. അതൊക്കെയുള്ള വേസ്റ്റ് വെള്ളമാണ് നമ്മൾ എടുത്ത് ഉപയോഗിച്ചത്. വിഷമം ഒരു ഇതും അത് അറിയാമ്പോ ഉള്ളൊരു വിഷമമുണ്ടല്ലോ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളാണ് ആ സ്ഥാനത്ത് നിന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് ഇട്ടവനൊക്കെ എന്താ ചെയ്യേണ്ടത്? അവനൊക്കെ അതിന് തീറ്റിക്കണം അവനൊക്കെ. എന്തായാലും ആർജ ഫുഡ് കഴിക്കട്ടെ.